എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജിത സുരേഷ്, പൂനെയിൽ നിന്ന്. വെറുതെ ഓരോ വിശേഷങ്ങൾ ഇങ്ങനെ സംസാരിക്കാം എന്ന് വിചാരിച്ചാണ് ഇന്ന് വന്നത്. ഇപ്പം ഞാനിവിടെ നിൽക്കുമ്പം വീടിൻ്റെ മുമ്പിൽ കൂടി, തൊട്ട് മുമ്പിൽ തന്നെ റോഡാണ്. ആ റോഡിൽ കൂടി ഒരു വലിയൊരു വാഹനം, ഈ സിമൻറ്റ് മിക്സർ എന്നൊക്കെ പറയുന്ന അതാന്ന് തോന്നുന്നു. ഈ ഒരു വലിയൊരു പാത്രം പോലത്തെ സാധനം ഉണ്ടാവും, അതിങ്ങനെ തിരിഞ്ഞുകൊണ്ട് നിൽക്കും. വെള്ള കളറുള്ള വലിയൊരു വണ്ടി, ലോറീൻ്റെ മേലെ ഒരു വലിയൊരു ടാങ്ക് പോലത്തെ സാധനം തിരിഞ്ഞുകൊണ്ട് നിൽക്കുന്നത്. അത് സിമൻറ്റ് മിക്സറാണ് തോന്നുന്നു. ഈ വാർപ്പൊക്കെ ഉള്ള സമയത്തൊക്കെ വീട് പണി നടക്കുമ്പോഴൊക്കെ അങ്ങനത്തെ വാഹനങ്ങൾ കാണാം ഇപ്പം. പണ്ടത്തെ കാലത്തൊക്കെ സിമൻറ്റ് മിക്സ് ചെയ്യുന്നതൊക്കെ കൈകൊണ്ടായിരുന്നല്ലോ. കൈകൊണ്ട് മീൻസ് കൈക്കോട്ട് കൊണ്ടും ഒക്കെ ആളുകൾ തന്നെയായിരുന്നല്ലോ. പേഴ്സണലി ആയിരുന്നു ചെയ്തിരുന്നത്. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് എല്ലാത്തിനും മെഷീൻസ് ആണല്ലോ. അപ്പോൾ അങ്ങനെ ഇവിടെ ഒരു വീട് പണി നടക്കുന്നുണ്ട്. അതിന് വേണ്ടി ഈ സിമൻറ്റ് മിക്സർ അങ്ങോട്ട് പോയതാണ്. അപ്പം ഞങ്ങളുടെ മുമ്പിലത്തെ റോഡിന് ഒരുപാട് വീതിയില്ല. അതുകൊണ്ട് ഈ വാഹനത്തിന് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് അത് റിവേഴ്സിലാണ് വന്നത്. ഞങ്ങളുടെ ഏകദേശം ഒരു 1/2 കിലോമീറ്റർ അപ്പുറം മുതൽ ഈ വണ്ടിക്ക് തിരിക്കാനുള്ള അത്രയും വലിപ്പമില്ല എന്നുള്ളത് കൊണ്ട് ഈ വണ്ടി റിവേഴ്സിൽ ഇങ്ങനെ വന്നു. എനിക്ക് ഈ വാഹനങ്ങളൊക്കെ കാണുന്നത് വലിയ ഇഷ്ടമുള്ളൊരു കാര്യമാണ്, വലിയ വലിയ വാഹനങ്ങളൊക്കെ കാണുന്നത്. അപ്പം ഞാൻ ഗേറ്റിൻ്റെ അടുത്ത് ഓടിപ്പോയി നിന്ന് നോക്കി, ആരാധനയോടെ ആ ഡ്രൈവറെ നോക്കി. അപ്പം ഡ്രൈവർ അധികം ഇങ്ങനെ ഓടിക്കുന്ന വണ്ടികളൊക്കെ ഓടിക്കുന്നതൊക്കെ ചെറുപ്പക്കാരും, ചിലതൊക്കെ തീരെ ചെറിയ പയ്യന്മാരാണ്. 10-20-25 വയസ്സിൽ താഴെയുള്ള പയ്യന്മാരൊക്കെയാണ്. അവർ വളരെ ഈസി ആയിട്ട് അത്രയും വലിയൊരു വാഹനം അവിടെ മുതൽ റിവേഴ്സ് എടുത്തെടുത്ത് ഇങ്ങനെ വരുമ്പം റോഡ് സൈഡിൽ കാറുകളൊക്കെ പാർക്ക് ചെയ്തിട്ടൊക്കെ ഉണ്ട്. എന്നിട്ടും ആ ഗ്യാപ്പിലൂടെ അവർ റിവേഴ്സ് എടുത്ത് പുറകിൽ വണ്ടിയുടെ കിളിയായിട്ട് ആരോ ഒരാളുടെ കയ്യിൻ്റെ ചലനങ്ങൾ മാത്രം കണ്ടുകൊണ്ട്, അവർക്ക് ഈ വണ്ടിയുടെ പുറകുവശം കാണാൻ പറ്റില്ലല്ലോ ഡ്രൈവർക്ക്. കണ്ണാടി കൂടി നോക്കിയാൽ പോലും ക്ലിയറായിട്ട് അവർക്ക് കാണാൻ പറ്റില്ല. പുറകിലൊരാൾ നിന്നിട്ട് അയാളുടെ കൈ കൊണ്ട് പുറകോട്ട് പോകാൻ അയാൾ കാണിക്കുന്ന ആ ഒറ്റ കൈയുടെ ബലത്തിലാണ് അയാൾ ആ വണ്ടി റിവേഴ്സ് എടുത്തെടുത്ത് അങ്ങ് അത്രയും ദൂരം വരെ പോയിട്ട് അവിടെ നിന്ന് പണി കഴിഞ്ഞ് ഇപ്പം അത് തിരിച്ച് മുമ്പോട്ട് തന്നെയായിട്ട് അങ്ങോട്ട് പോയി. അപ്പം ഞാൻ ബാൽക്കണിയിൽ നിന്ന് നോക്കുകയായിരുന്നു ആ വണ്ടി പോകുന്നതും അതിലത്തെ ഡ്രൈവർ ആരാന്നൊക്കെ ഞാൻ നോക്കി. അപ്പോൾ ഒരു ചെറുപ്പക്കാരനായ ഒരു പയ്യനാണ് അത് ഓടിക്കുന്നത്. അപ്പോൾ എനിക്ക് വലിയ ആരാധന തോന്നി ആ ഓടിക്കുന്ന പയ്യനോട്. ഇത്രയും തിരക്കുള്ളതും ഇത്രയും വീതിയില്ലാത്തതുമായ ചെറിയ റോഡിൽ കൂടി ഇത്രയും വലിയൊരു വാഹനം അയാൾ ഓടിച്ചു പോകുന്ന കണ്ടപ്പോൾ ഞാൻ അത്ഭുതത്തോടെ വിചാരിച്ചു, ഇയാൾക്ക് എങ്ങനെയായിരിക്കും ഇത് പഠിച്ചിട്ടുണ്ടാവുക, ഇത്രയും ധൈര്യത്തോടെ എങ്ങനെ ഓടിക്കാൻ പറ്റുന്നു എന്നൊക്കെ. അങ്ങനെ ചിന്തിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ഡ്രൈവിങ് ഞാൻ പഠിച്ചതാണ് കാറിൻ്റെത്. ഇവിടെ പൂനെയിൽ വന്നിട്ട് ഏകദേശം ഒരു 10-35 വർഷങ്ങളായി ഞാൻ പൂനെയിൽ സ്ഥിരതാമസമായിട്ട്. ഏകദേശം ഒരു 20 വർഷങ്ങൾക്ക് മുമ്പേ ഞാൻ കാറിൻ്റെ ലൈസൻസ് എടുക്കുകയും ഡ്രൈവിംഗ് സ്കൂളിൽ പോയിട്ട് തന്നെ കേട്ടോ, ഭർത്താവിൻ്റെ നിർബന്ധം കൊണ്ടും എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ പോയിട്ട് ഡ്രൈവിംഗ് സ്കൂളിൽ പോയി കാറിൻ്റെ ഡ്രൈവിങ് പഠിക്കുകയും ഞങ്ങൾക്കന്ന് മാരുതി 800 ആയിരുന്നു അന്നുണ്ടായിരുന്നത്. അപ്പോൾ ആ കാറ് ഞാൻ ഓടിക്കുകയും, ഈ പൂനെ പോലെയുള്ള ഒരു സിറ്റിയിൽ ഒരു കാറ് ഡ്രൈവ് ചെയ്യണമെങ്കിൽ കുറച്ച് പ്രയാസം തന്നെയാണ്. അത്രയും ട്രാഫിക്കും തിരക്കുകളൊക്കെ ഉള്ള റോഡിൽ കൂടി ഞാൻ കാർ ഓടിച്ച് എൻ്റെ എല്ലാ ഫാമിലി മെമ്പേഴ്സിനും, അന്ന് കുട്ടികളൊക്കെ ചെറിയ കുട്ടികളാണ്, അപ്പോൾ ആ കുട്ടികളൊക്കെ കാറിൽ കയറ്റി ഭർത്താവിനെയും കയറ്റി ഞാൻ പൂനെയിലെ തിരക്കുള്ള റോഡുകളിലൂടെ കാർ ഓടിച്ച് പോയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഇന്ന് ഞാൻ വാഹനങ്ങളൊന്നും ഓടിക്കാറില്ല. എനിക്ക് നല്ല പേടിയാണ് വണ്ടി ഓടിക്കുക എന്നുള്ളത്. അങ്ങനെ ഞാൻ അന്ന് വാഹനങ്ങളൊക്കെ ഓടിച്ച് തിരക്കുള്ള സമയത്തൊക്കെ പോയപ്പോൾ എനിക്ക് ഭയങ്കര കോൺഫിഡൻസും നല്ല ഇഷ്ടമൊക്കെ ആയിരുന്നു. നല്ല പേടിയായിരുന്നു, എന്നാലും നല്ല ഇഷ്ടമായിരുന്നു. പക്ഷേ ഞാൻ 2 വീലർ ഇതുവരെ പഠിച്ചിട്ടില്ല. പഠിക്കാൻ വേണ്ടി 1-2 പ്രാവശ്യം ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് അത് മുടങ്ങിപ്പോയി. ഈ അടുത്ത കാലത്ത് എനിക്ക് 2 വീലർ പഠിക്കണം എന്നുള്ള ഒരാഗ്രഹം, ഈ പ്രായത്തിൽ എനിക്ക് ഭയങ്കരമായിട്ടൊരാഗ്രഹം വന്നു. എനിക്ക് 2 വീലർ പഠിക്കണം, 2 വീലർ ഓടിക്കണം എന്നൊക്കെയുള്ള വല്ലാത്തൊരാഗ്രഹം വന്നു. ഞാനത് ഭർത്താവിനോടും മക്കളോടൊക്കെ ഷെയർ ചെയ്തു. അവരെല്ലാവരും 100% സപ്പോർട്ടാണ്. അമ്മ വണ്ടി പഠിക്കണം എന്ന് എന്നോട് കുട്ടികളൊക്കെ നിർബന്ധിച്ച് പറഞ്ഞു. ഭർത്താവും പറഞ്ഞു പഠിപ്പിക്കാമെന്നും, ഒഴിഞ്ഞ സമയത്ത് ഗ്രൗണ്ടിലോ എവിടെയും പോയിട്ട്, അല്ലെങ്കിൽ ഡ്രൈവിംഗ് സ്കൂളിൽ വേണമെങ്കിൽ ചേർക്കാം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ആഗ്രഹം മാത്രമേ ഉള്ളൂ. എനിക്ക് ധൈര്യം എന്ന് പറഞ്ഞ സാധനം വളരെ കുറവാണ്. എനിക്കൊരു റോഡ് നടന്നിട്ട് ക്രോസ് ചെയ്യാൻ പോലും ഭയങ്കര പേടിയുള്ള ഒരാളാണ്. തിരക്കുള്ള ഒരു റോഡ് നടന്ന് ക്രോസ് ചെയ്യാൻ ഞാൻ പേടിച്ച്, മക്കളോ ഭർത്താവോ ഉണ്ടെങ്കിൽ അവരെ കയ്യിൽ പിടിച്ച് അവർ പോകുന്നതിൻ്റെ കൂടെ അങ്ങോട്ട് പോകുക എന്നല്ലാതെ എനിക്ക് അങ്ങനെ അതിനൊക്കെ ഭയങ്കര പേടിയുള്ള ഒരാളായതുകൊണ്ട് ഞാൻ ഈ ഡ്രൈവിങ്ങിനെ കുറിച്ച് പിന്നീട് കൂടുതൽ ചിന്തിക്കാൻ നിന്നില്ല.
അപ്പോൾ എൻ്റെ ഈ കഴിഞ്ഞ കാല കഥകൾ പറയുകയാണെങ്കിൽ ഞാൻ ഫോർ വീലറിൻ്റെ കാറിൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തൊന്നും ഓടിച്ചൊന്നും ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെ ഞാനൊരു ഓടിച്ച് കൊണ്ടിരുന്ന കാലത്ത് എന്ന് വെച്ചാൽ അങ്ങനെ സ്ഥിരമായിട്ട് എടുക്കൊന്നുമില്ല കാറ്, പക്ഷേ ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഓടിക്കുമായിരുന്നു. അപ്പം ഒരു ദിവസം മോനന്ന് LKG പഠിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ ഇവിടുന്ന് ഏകദേശം ഒരു 1-2 2 3 കിലോമീറ്റർ അപ്പുറമാണ്, ഒരു 3-4 കിലോമീറ്റർ അപ്പുറമാണ് അവരുടെ സ്കൂള്, മോൻ്റെ സ്കൂള്. അപ്പോൾ അന്ന് എന്തുകൊണ്ടോ കുട്ടിക്ക് സ്കൂൾ നേരത്തെ വിടുന്നുണ്ട്, 10:30 ആകുമ്പോൾ സ്കൂൾ നേരത്തെ വിടുമെന്ന് പറഞ്ഞു. അപ്പോൾ ഭർത്താവ് രാവിലെ ജോലിക്ക് പോയി, സ്കൂട്ടറിലാണ് ജോലിക്ക് പോയത്. മോള് സ്കൂളിൽ പോയി, മോന് സ്കൂളിൽ പോയി. അപ്പം 10:30 ആയപ്പോൾ അവൻ്റെ സ്കൂളിൽ വിടുമ്പോൾ അവനെ കൂട്ടാൻ വേണ്ടി പോകണം. അപ്പം ഞങ്ങൾ കാറ് ഇപ്പം താമസിക്കുന്ന വീട്ടിലല്ല അന്ന് താമസിക്കുന്നത്, ഞങ്ങൾ അന്ന് ക്വാർട്ടേഴ്സിലായിരുന്നു താമസിച്ചിരുന്നത്. അപ്പോൾ ഞങ്ങൾ ക്വാർട്ടേഴ്സിൻ്റെ പുറകു വശത്ത് പാർക്കിങ്ങിലാണ് കാറ് വെച്ച്, കാറിൻ്റെ കവറൊക്കെ വെച്ച് മൂടി വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് ആഴ്ചക്കൊക്കെ അന്ന് കാർ എടുക്കുള്ളൂ. എവിടെയെങ്കിലും നമ്മൾ പുറത്തൊക്കെ പോകുന്ന സമയത്ത് മാത്രമേ കാർ എടുക്കാറുള്ളൂ. എല്ലാ ദിവസവും കാർ അങ്ങനെ ഉപയോഗിക്കാറില്ല. അപ്പോൾ അന്ന് എനിക്ക് പെട്ടെന്നൊരു എക്സൈറ്റ്മെൻറ്റിൽ ഞാൻ വിചാരിച്ചു, ഭർത്താവും മക്കളൊന്നും അറിയാതെ മോൻ്റെ സ്കൂളിലേക്ക് ഞാൻ കാറും എടുത്ത് ചെല്ലുമ്പോൾ മോൻ ഭയങ്കര എക്സൈറ്റഡ് ആവും, അവന് ഭയങ്കര അത്ഭുതമാവും. അമ്മ കാറും എടുത്ത് വന്നല്ലോ എന്ന് വിചാരിച്ച് അവനെയും കയറ്റി വീട്ടിലേക്ക് വരാം എന്നുള്ള എൻ്റെ ധൈര്യത്തിൽ, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ വീട്ടിലന്നേരം. അപ്പോൾ എനിക്ക് മനസ്സിലൊക്കെ ഭയങ്കര ടെൻഷനും പേടിയും ഒക്കെ ഉണ്ട്. എങ്കിലും എൻ്റെ അമിത ആവേശം കൊണ്ട് ഞാൻ കാറ് കവറൊക്കെ മാറ്റി തുടച്ച് വൃത്തിയാക്കി കാറിൽ കയറി ഇരുന്ന് റിവേഴ്സൊക്കെ എടുത്തിട്ട് വേണം ഗേറ്റിൽ നിന്ന് പുറത്തേക്ക് എടുക്കണമെങ്കിൽ. അങ്ങനെ റിവേഴ്സൊക്കെ എടുത്ത് ഗേറ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി കാറ് അവിടെ വെച്ചു, ഗേറ്റ് ലോക്ക് ചെയ്തു, ഒക്കെ ചെയ്ത് ഞാൻ വണ്ടി ഓടിച്ച് വലിയ ബോംബെ പൂനെ ഹൈവേ എന്ന് പറഞ്ഞാൽ അത് ക്രോസ് ചെയ്തിട്ട് വേണം ഇവരുടെ സ്കൂളിലേക്ക് പോകാൻ. അപ്പം ഞാൻ ആ ബോംബെ പൂനെ ഹൈവേ ഒക്കെ വെയിറ്റ് ചെയ്ത് സിഗ്നലൊക്കെ നോക്കി ക്രോസ് ചെയ്ത് മോൻ്റെ സ്കൂളിൻ്റെ സൈഡിൽ കൊണ്ടുപോയി പാർക്ക് ചെയ്തു, ഒരു കുഴപ്പമില്ലാതെ. അപ്പോൾ എനിക്ക് ഭയങ്കര അഭിമാനം കൊണ്ട് ഞാൻ തന്നെ അങ്ങ് ഭയങ്കര ഇതായിരുന്നു, സഹിക്കാൻ പറ്റാത്ത അഭിമാനമായിരുന്നു. ഞാൻ സ്വന്തം വണ്ടി എടുത്ത്, സാധാരണ ഞാൻ കാറ് ഓടിക്കുന്ന സമയത്ത് ഭർത്താവ് മക്കളെല്ലാവരും കാറിലുണ്ടാവാറുണ്ട്. ഈ സമയത്ത് ആരും കാറിലില്ലാതെ ഞാൻ സ്വന്തമായിട്ട് കാർ എടുത്ത് പോയല്ലോ എന്നുള്ള എക്സൈറ്റ്മെൻറ്റ് എനിക്ക് ഓവറായിട്ടുണ്ടായിരുന്നു. പാർക്ക് ചെയ്ത് വെച്ചു, മോൻ്റെ സ്കൂൾ വിട്ടു. മോൻ വന്നപ്പം മോനെ പോയി കൂട്ടിക്കൊണ്ടുവന്ന് കാറിലേക്ക് വന്നപ്പോൾ അവൻ ഭയങ്കര എക്സൈറ്റഡായി ചോദിച്ചു, അമ്മ സ്വന്തമായിട്ടാണോ കാർ എടുത്ത് വന്നത് എന്നൊക്കെ ചോദിച്ചു. അവനും ഭയങ്കര എക്സൈറ്റഡായി. അപ്പോൾ അതും കൂടി കണ്ടപ്പം പിന്നെ ഞാൻ കുറച്ച് ഓവറായിട്ട് എക്സൈറ്റഡ് ആയി എന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഞങ്ങൾ കാർ ഓടിച്ച് മോനെയും കൂട്ടി, മോനെ മുമ്പിലത്തെ സീറ്റിലിരുത്തി, ഞാൻ ഡ്രൈവർ സീറ്റിലിരുന്ന് ഞങ്ങൾ രണ്ടുപേരും വണ്ടി ഓടിച്ച് ഈ പറഞ്ഞ ബോംബെ പൂനെ ഹൈവേ ഒക്കെ ക്രോസ് ചെയ്ത് ഞങ്ങൾ വീട്ടിലേക്ക് വന്നു. അപ്പം കുട്ടി ഇങ്ങനെ പറയുന്നുണ്ട്, അമ്മ കാറെടുത്ത് വന്നു, അച്ഛൻ അറിഞ്ഞിരുന്നോ, ഭയങ്കര ഇതായിപ്പോയി, അമ്മ ഒറ്റയ്ക്ക് വന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് എന്നെ അവൻ ഭയങ്കര ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്. ഞാനും അതിലങ്ങനെ അഭിമാന പുളകിതയായിട്ട് അങ്ങനെ വരികയാണ്. അങ്ങനെ വന്ന് ഞങ്ങൾ വീട്ടിൻ്റെ പുറകിലെത്തി, വീട്ടിൽ പുറകിൽ പാർക്ക് ചെയ്യണം. അപ്പോൾ പാർക്ക് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ വന്നപ്പം അതിൻ്റെ അടുത്ത വീട്ടുകാർ എന്തോ ആവശ്യത്തിന് വേണ്ടി കൊണ്ടേ ഇറക്കിയ കുറച്ച് വിറക് അവിടെ ഇങ്ങനെ കൂട്ടിയിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ കാർ പാർക്കിങ്ങിൻ്റെ സൈഡിലായിട്ട്. അതിങ്ങനെ ഹൈറ്റിൽ കൂട്ടിയിട്ടുണ്ട് വിറകുകൾ. അപ്പം ഞാൻ കാർ ഇങ്ങനെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്യാൻ നോക്കുമ്പോൾ എൻ്റെ മനസ്സിലെ ചിന്തകൾ എന്തായിരുന്നു എന്നറിയോ, ഈ കാർ ഇതുപോലെ തന്നെ വെച്ച് അവിടെ പാർക്ക് ചെയ്തിട്ട് കവറൊക്കെ എടുത്ത് മൂടി വെക്കുമല്ലോ, കവറൊക്കെ ഇട്ട് മൂടി വെച്ചതിന് ശേഷം സാധാരണ പോലെ തന്നെ വീട്ടിലേക്ക് പോയി മോനെയും കൂട്ടി വീട്ടിലേക്ക് പോകും. വൈകുന്നേരം ഭർത്താവ് വരുമ്പം എൻ്റെ ആ അത്ഭുത പ്രവൃത്തി ഭർത്താവിനെ അറിയിക്കണമല്ലോ, അതിനുവേണ്ടി ഞാൻ കാത്തു നിന്നു. ഭർത്താവ് വരുമ്പോൾ പറയണം എനിക്ക്, ഞാനിങ്ങനെ രാവിലെ വണ്ടി, അപ്പോൾ മോനും പറയുമല്ലോ, അമ്മ ഒറ്റയ്ക്ക് വണ്ടി എടുത്ത് വന്നു എന്നെ കൂട്ടാൻ വേണ്ടി സ്കൂളിൽ, ഭയങ്കര അത്ഭുതമായിപ്പോയി എന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഭയങ്കര അപ്രീസിയേഷനും കിട്ടും. ഞാൻ ചെയ്ത ഒരു അത്ഭുത കാര്യം എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റോടുകൂടി പറയാനും അത്ഭുതമായിട്ട് തന്നെ എനിക്ക് തന്നെ അത് അത്ഭുതമായി തോന്നുന്നുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ ആ ഒരു അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങാൻ വേണ്ടി ഞാനങ്ങനെ എക്സൈറ്റഡ് ആയി നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ അതൊക്കെ ആലോചിച്ചുകൊണ്ടാണ് കാറ് പാർക്ക് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ വന്ന് പാർക്കിങ്ങിൻ്റെ സ്ഥലത്ത് കൊണ്ടുപോയി വെച്ച്. അപ്പോൾ മുമ്പിൽ അതിൻ്റെ വിറകുകളൊക്കെ ഉണ്ട്. അപ്പോൾ വിറകിൽ തട്ടാതെ ഞാൻ അവിടെ പാർക്ക് ചെയ്ത് ഇത് ബ്രേക്ക് ചവിട്ടി ഓഫാക്കണമല്ലോ. പക്ഷേ ആ സമയത്ത് ഞാൻ എന്തോ എൻ്റെ ആലോചനകൾ, ഞാൻ പാർക്ക് ചെയ്യുന്നതും ഞാൻ ഭയങ്കര ഹീറോയിൻ ആവുന്നതും ഒക്കെ ആലോചിച്ചിട്ടാണോ എന്ന് എനിക്കറിയില്ല, ഞാൻ ചവിട്ടിയ ചവിട്ട് ആക്സിലേറ്ററായി പോയി. പിന്നെന്താ സംഭവിച്ചെന്ന് നിങ്ങൾക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ. വണ്ടി ഒരൊറ്റ പോക്ക് മുമ്പോട്ട് പോയി നേരെ, ഈ കുട്ടിയും എൻ്റെ മോനും ഉണ്ട് കൂട്ടത്തിൽ. ഫുൾ ശക്തിയിൽ വണ്ടി മുമ്പോട്ട് പോയപ്പം എന്തോ ഈശ്വര കടാക്ഷം കൊണ്ട് ആ വിറക് മുമ്പിൽ ഇങ്ങനെ കൂട്ടിയിട്ടിരുന്നത് കൊണ്ട് വണ്ടി ആ വിറകിലേക്ക് പോയി ഇടിച്ച് നിൽക്കുകയും, പിന്നെ മുമ്പോട്ട് വിറകിൻ്റെ മേലേക്ക് വണ്ടിക്ക് ഇരച്ച് കയറാൻ പറ്റാത്തതുകൊണ്ട് ഭയങ്കര ടയർ ഇങ്ങനെ അവിടെ മുട്ടി നിന്നിട്ട് ഭയങ്കര ശക്തിയിൽ ടയർ കറങ്ങുമ്പോൾ ഉണ്ടാകുന്ന വലിയൊരു ശബ്ദത്തോടു കൂടി വണ്ടി നിന്നപ്പോഴാണ് എനിക്ക് ബോധോദയം ഉണ്ടായത്. പക്ഷേ ആ സമയത്ത് എനിക്ക് മനസ്സിലാകുന്നില്ല, ഞാൻ ഈ കാല് ഇതിൽ നിന്ന് എടുക്കണമെന്നോ അല്ലെങ്കിൽ വണ്ടി ഓഫാക്കണം എന്നുള്ള ചിന്ത എനിക്ക് പെട്ടെന്ന് വരുന്നുമില്ല. മോനും പേടിച്ചു പോയി. ഞാൻ പേടിച്ചു എന്ന് പറഞ്ഞാൽ പോരാ, എൻ്റെ ജീവൻ പോയി എന്ന് തന്നെ പറയാം. പക്ഷേ വണ്ടി ഓഫായി. ചുറ്റുവട്ടത്തെ 1-2 വീട്ടിൽ നിന്ന് ആൾക്കാർ ഇറങ്ങി നോക്കി എന്താണ് ശബ്ദം എന്ന് മാത്രം. പക്ഷേ ആരും ഓടി വന്നൊന്നുമില്ല, ഒരപകടവും സംഭവിച്ചില്ല. പക്ഷേ ബ്രേക്കിൽ ചവിട്ടേണ്ടതിന് പകരം ആക്സിലേറ്ററിലായി എൻ്റെ കാൽ ചവിട്ടിയത്.
വിറകിൻ്റെ മേലേക്ക് കുറച്ച് കയറിയിട്ട് വണ്ടി അവിടെ നിന്നു. വണ്ടിക്ക് മുമ്പോട്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് ഭാഗ്യം. അഥവാ ഇനി അവിടെ വിറക് ഇല്ലായിരുന്നെങ്കിൽ ഞാനും മോനും കൂടി പോയി എങ്ങോട്ടെങ്കിലൊക്കെ ഇടിച്ച് മറിഞ്ഞ് വലിയ അപകടം സംഭവിച്ചേനെ. എന്തോ ഭാഗ്യം, ഒന്നും പറ്റിയില്ല. പക്ഷേ ഞാൻ ആകെ വേർത്ത് കുളിച്ച് നാശമായി. എനിക്കുള്ള കോൺഫിഡൻസ് മാത്രമല്ല, ഓവർ കോൺഫിഡൻസും പോയി. ഞാനങ്ങ് എന്ത് ചെയ്യണമെന്നറിയാതെയായിപ്പോയി. മോനും പേടിച്ച് പോയി. ഞാൻ കാറിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ കാറൊരു ചെരിഞ്ഞ പൊസിഷനിലാണ് അപ്പോൾ നിൽക്കുന്നത്. പാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടില്ലല്ലോ. പിന്നെ ഞാനൊന്നും തൊടാൻ നിന്നില്ല. അതിൽ നിന്ന് ചാവി ഊരിയെടുത്തു. കവറും ഇട്ടില്ല, ഒന്നും ചെയ്തില്ല. അങ്ങനെ തന്നെ ഊരി മോനെയും കൂട്ടി നേരെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് എത്ര നേരത്തേക്ക് ഞാൻ ടെൻഷനായി ഇരുന്നു, അല്ലെങ്കിൽ വേർത്ത് കുളിച്ച് പോയി എന്നുള്ള എനിക്ക് പറയാൻ പറ്റില്ല. വെള്ളമൊക്കെ കുടിച്ച് ഫാനൊക്കെ ഇട്ട് കുറേ നേരത്തിന് ശേഷമാണ് ഒന്ന് ശാന്തമായത്. പക്ഷേ വേറെ ആരുമില്ല വീട്ടിൽ, ഞാനും മോനും മാത്രമേ ആ സമയത്ത് വീട്ടിലുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ വൈകുന്നേരം ആവാനായി. ഭർത്താവ് വരുന്ന സമയത്ത് ഞാനങ്ങനെ എൻ്റെ വീരകഥകൾ പറയണമെന്നൊക്കെ വിചാരിച്ച ഞാൻ ഇങ്ങനത്തെ എൻ്റെ മണ്ടത്തരത്തിൻ്റെ കഥകളാണ് പറയേണ്ടതും. പക്ഷേ ഞാൻ രക്ഷപ്പെട്ടു എന്നുള്ളത് ഒരു വലിയ അത്ഭുത വാർത്തയായിട്ടും എൻ്റെ മനസ്സിൽ എന്താ പറയുക, എൻ്റെ ഹൃദയം പടപടാന്ന് ഇടിച്ചത് അപ്പോഴും കുറച്ച് കുറഞ്ഞെങ്കിലും ഇടിച്ചുകൊണ്ടിരിക്കുക തന്നെയായിരുന്നു. ഭർത്താവ് വന്ന് വീട്ടിൽ കയറിയപ്പം ഞാൻ എൻ്റെ ഈ കഥകളും സംഭവങ്ങളൊക്കെ പറഞ്ഞു. അപ്പം ശാന്ത സ്വഭാവിയായ എൻ്റെ ഭർത്താവ് എന്നെ സമാധാനിപ്പിച്ചു. ഒന്നും ടെൻഷൻ ആവണ്ട, അങ്ങനെയൊക്കെ ചിലപ്പോൾ നമുക്ക് എത്ര ഡ്രൈവിംഗ് അറിയുന്നവർക്കും ചില സമയത്ത് നമുക്ക് ഇങ്ങനത്തെ മിസ്റ്റേക്സൊക്കെ പറ്റിപ്പോവും. നിനക്കും കുട്ടിക്കും ഒന്നും പറ്റിയില്ലല്ലോ, അത് തന്നെയാണ് ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറഞ്ഞ് ഭർത്താവ് സമാധാനിപ്പിച്ചു. അപ്പം എനിക്കെന്തോ വലിയൊരു ആശ്വാസം കിട്ടിയ സമാധാനമായി. ഭർത്താവ് പോയി കാറ് നോക്കി. അപ്പം ഞാൻ ഈ വിറകിൻ്റെ മേലേക്ക് ഇടിച്ച് കയറ്റി വെച്ചിട്ടുണ്ട് വണ്ടിക്ക് കേടൊന്നും പറ്റിയില്ല. പക്ഷേ ഭർത്താവ് വന്ന് കാറിൽ കയറിയിരുന്ന് അത് റിവേഴ്സ് എടുത്ത് ശരിയായ രീതിയിൽ വെച്ച് കാറ് പാർക്ക് ചെയ്തു. അതാണ് എൻ്റെ അവസാനത്തെ കാർ ഓടിക്കൽ. അതിനുശേഷം വർഷങ്ങളിപ്പം 10-20 കഴിഞ്ഞു. ഇന്ന് വരെ ഞാൻ കാർ ഓടിക്കാൻ ശ്രമിച്ചിട്ടേ ഇല്ല. എനിക്കെന്തോ വല്ലാത്ത ഒരു ഭയമായിപ്പോയി. പല പ്രാവശ്യം ഭർത്താവും കുട്ടികളൊക്കെ വലുതായതിനു ശേഷം കുട്ടികൾ പല പ്രാവശ്യം പറഞ്ഞു, അമ്മ വണ്ടി ഓടിക്കണം, ഇങ്ങനെ അപകടങ്ങൾ പറ്റാത്തവരും ചിലർ ഇടിച്ച് ആക്സിഡൻ്റായി കയ്യോ കാലോ ഒടിഞ്ഞ് നമ്മൾ തന്നെ ഒടിഞ്ഞു പോവോ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മേലെ ഇടിച്ചിട്ടോ, അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി ബിൽഡിങ്ങിൻ്റെ മേലെ ഇടിച്ചോ, പല പല ആക്സിഡൻറ്റ് പറ്റിയ ആൾക്കാരും പിന്നെ ഡ്രൈവിംഗ് അതിനോടെ നിർത്തി വെക്കുകയല്ല, പിന്നെ അവർ കണ്ടിന്യൂ ചെയ്ത് ഓടിക്കാറാണ് പതിവ്. അപ്പോൾ അങ്ങനെ നിർത്തരുത്, ഇപ്പോൾ നിർത്തിപ്പോയാൽ നിർത്തിപ്പോവും, അതുകൊണ്ട് അമ്മ ഇനിയും കണ്ടിന്യൂ ചെയ്യണമെന്ന് അവരെല്ലാവരും എന്നോട് പല പ്രാവശ്യം പറഞ്ഞെങ്കിലും എൻ്റെ പേടി കാരണം എനിക്ക് ഇന്ന് വരെയും വണ്ടി എടുക്കാൻ പറ്റിയിട്ടില്ല. എനിക്ക് കാറിന് ലൈസൻസ് ഉള്ളതാണ്. ആ ലൈസൻസ് ഞാൻ ഭർത്താവിൻ്റെ നിർബന്ധം കൊണ്ട് എത്രയോ വർഷങ്ങൾ കൂടുമ്പോൾ, എത്ര വർഷമാണ്, 10 വർഷമോ 5 എനിക്കറിയില്ല കറക്റ്റായിട്ട് എത്രയാണ്, അത്രയും വർഷം കൂടുമ്പോൾ അത് പുതുക്കി അങ്ങനെ വെച്ചിട്ടുണ്ട്. ഇപ്പോഴും എൻ്റെ ലൈസൻസ് ഉള്ള ഒരാൾ തന്നെയാണ് ഞാൻ. 4 വീലർ ഓടിക്കാനുള്ള ഒരു ലൈസൻസ് ഉള്ള ഒരാൾ തന്നെയാണ് ഞാൻ ഇപ്പോഴും. പക്ഷേ അതിന് ശേഷം ഇന്ന് വരെ ഞാൻ കാർ ഓടിക്കാൻ ശ്രമിച്ചിട്ടേ ഇല്ല. ഈ അടുത്ത കാലത്തും കൂടി ഭർത്താവ് 1-2 വർഷങ്ങൾക്ക് മുമ്പേയും കൂടി ഭർത്താവ് എന്നോട് വളരെ നിർബന്ധപൂർവ്വം പറഞ്ഞു, നീ കാർ ഓടിച്ചില്ലെങ്കിൽ പിന്നെ നമ്മൾ പഠിച്ച ഒരു കഴിവ് എന്തിനാണ് നഷ്ടപ്പെടുത്തുന്നത്, ഇനിയും നിനക്ക് ഓടിക്കാവുന്നതേ ഉള്ളൂ, നമുക്ക് ആദ്യം ഏതെങ്കിലും ഗ്രൗണ്ടിൽ പോയി കുറേ നേരം ഓടിച്ച് പ്രാക്ടീസൊക്കെ ആവാം, അല്ലെങ്കിൽ വേണമെങ്കിൽ ഡ്രൈവിംഗ് സ്കൂളിൽ നിന്നെ ഒന്നുകൂടി കൊണ്ട് ചേർക്കാം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അന്ന് ഞാൻ ഓടിച്ചിരുന്ന ആ റോഡിലത്തെ അവസ്ഥയൊന്നുമല്ല ഇന്നത്തെ പൂനെയിലത്തെ അവസ്ഥ. അന്ന് ഒരു 100 വാഹനങ്ങളാണ് റോഡിലുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ലക്ഷങ്ങളാണ് വണ്ടികൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് പോലും അത്രയും പേടിച്ച് ഓടിയിരുന്ന ഞാൻ ഇന്ന് എനിക്ക് ഒട്ടും ഉള്ള ധൈര്യം പോലും ഇല്ല. അപ്പം ഞാനൊരു തീരുമാനമെടുത്തു, വേണ്ട, മക്കളോ ഭർത്താവോ ആരെങ്കിലും ഓടിക്കുമ്പോൾ പുറത്തേക്ക് നോക്കി കാഴ്ച കണ്ടിരിക്കലാണ് എനിക്ക് പറഞ്ഞിട്ടുള്ളത് എന്ന് ഞാൻ സ്വയം സമാധാനിച്ചു. ലൈസൻസും കയ്യിൽ വെച്ചുകൊണ്ട് കാറിൻ്റെ ഡ്രൈവർ സീറ്റ് ഒഴികെയുള്ള മറ്റ് സീറ്റുകളിലിരുന്ന് പുറത്തേക്ക് നോക്കി കാഴ്ച കാണാനാണ് എനിക്ക് യോഗം, അതാണ് എനിക്ക് പറഞ്ഞിട്ടുള്ളത് എന്ന് ഞാൻ സ്വയം സമാധാനിച്ചു. അതുപോലെ 2 വീലർ ഓടിക്കാൻ പഠിക്കണം എന്ന് ഒരാഗ്രഹം എനിക്കും വന്നിരുന്നെങ്കിലും എൻ്റെ ഈ എക്സ്പീരിയൻസിൽ വെച്ചുള്ള ധൈര്യക്കുറവുമുണ്ട്. എനിക്ക് ഇന്ന് വരെ അത് പഠിക്കാനോ പറ്റിയിട്ടില്ല. പിന്നെ ഞാൻ ആലോചിച്ചു, പ്രായം ഇത്രയൊക്കെ ആയില്ലേ, പിന്നെ പൂനെയിലത്തെ ഡ്രൈവിംഗ്, റോഡിലത്തെ ട്രാഫിക് നമ്മൾ ചിന്തിക്കുന്നതിലും എത്രയോ കൂടുതലും, പിന്നെ ഇന്നത്തെ ചെറുപ്പക്കാരൊക്കെ വളരെ റാഷായിട്ടാണ് വണ്ടി ഓടിക്കുന്നത്. ഒരു പിന്നെ ലക്കും ലഗാനും ഇല്ലാതെയും ട്രാഫിക് റൂൾസ് പാലിക്കാതെയും ഭയങ്കര സ്പീഡിലൊക്കെ വണ്ടി ഓടിക്കുമ്പം അതിൻ്റെ ഇടയ്ക്ക് ഈ പേടിത്തൊണ്ടിയായ ഞാൻ എന്തിന് വെറുതെ വാഹനം കൊണ്ട് പോയി പ്രശ്നങ്ങൾ ഉണ്ടാക്കണം. ഇപ്പം വലിയ ശരീരത്തിനൊന്നും കുഴപ്പമില്ലാതെ ആരോഗ്യവതിയായിട്ട് പോകുന്നുണ്ടല്ലോ, അത് മതി. അപ്പം ഇനി അങ്ങനെ വല്ല നിർബന്ധം വന്നാൽ നമുക്ക് വല്ല പുറത്തുനിന്ന് ടാക്സി വിളിച്ചോ ക്യാബ് വിളിക്കാനൊക്കെ കിട്ടുമല്ലോ ഇപ്പോൾ, അങ്ങനെ പോകാം എന്ന് സമാധാനിച്ച് ഞാൻ എൻ്റെ ഡ്രൈവിംഗ് എൻ്റെ മനസ്സിൽ നിന്നും കളഞ്ഞു. അങ്ങനെ ഞാനിപ്പം ഭർത്താവ് ഓടിക്കുന്ന വണ്ടിയിൽ, മക്കൾ ഓടിക്കുന്ന വണ്ടിയിലൊക്കെ ഇരുന്ന് പുറത്തേക്കുള്ള കാഴ്ച എനിക്ക് വളരെ ഇഷ്ടമാണ്. യാത്ര പോകുക എന്ന് പറഞ്ഞാൽ വളരെ വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. ഏത് വാഹനത്തിലായാലും, ട്രെയിനിലാണെങ്കിലും ബസ്സിലാണെങ്കിലും കാറിലാണെങ്കിലും ഒക്കെ ഞാൻ സൈഡ് സീറ്റിലിരുന്ന് പുറത്തേക്ക് നോക്കി വളരെ എല്ലാം മറന്ന് കാഴ്ചകൾ, എല്ലാ ചെറിയ ചെറിയ കാഴ്ചകൾ പോലും വളരെയധികം ആസ്വദിച്ച് കാണുന്ന ഒരാളാണ് ഞാൻ.
അത് ഞാൻ ആസ്വദിച്ച് തന്നെ അങ്ങനെ പോകും. ഡ്രൈവർ സീറ്റിലിരിക്കുമ്പോൾ നമുക്കതൊന്നും ആസ്വദിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഡ്രൈവിങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതുകൊണ്ട്. ഫ്ലൈറ്റ് യാത്ര എന്ന് പറഞ്ഞാൽ എനിക്ക് എന്തോ ഞാനത് എൻജോയ് ചെയ്തിട്ടില്ല ഒരിക്കലും. ഞാൻ ഫ്ലൈറ്റിൽ കുറേ ഒരു 5, 8 പ്രാവശ്യം കയറിയിട്ടുണ്ടാവുമായിരിക്കും ഇതിനിടയ്ക്ക്. പക്ഷേ എന്തോ ഫ്ലൈറ്റ് കയറുന്നതും പൊന്തുന്നതും ഒക്കെ ഒരു എക്സൈറ്റ്മെൻറ്റോടെ ആദ്യം കണ്ടിരുന്നെങ്കിലും ഫ്ലൈറ്റ് കയറി ഫ്ലൈറ്റ് അങ്ങോട്ട് പൊന്തി കഴിഞ്ഞാൽ പൊന്തി കഴിഞ്ഞ ഉടനെ നമ്മൾ താഴോട്ട് നോക്കുമ്പം താഴെയുള്ള ബിൽഡിങ്ങുകളും ആ സിറ്റിയും ഒക്കെ കാണാൻ പറ്റും. അത് കഴിഞ്ഞ് കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ കുറേ മേഘങ്ങൾ കാണും എന്നല്ലാതെ പിന്നീട് ഒരു കാഴ്ചകളും കാണാൻ പറ്റാതെ നമ്മളിങ്ങനെ വെറുതെ ഒരു കൂട്ടിലിട്ടതുപോലെ ഇങ്ങനെ പോകുന്ന അതുകൊണ്ട് എനിക്ക് എന്തുകൊണ്ടോ കാഴ്ചകൾ കാണാൻ പറ്റാത്തതുകൊണ്ടാണോ എന്തോന്നറിയില്ല എനിക്ക് ഫ്ലൈറ്റ് യാത്ര വളരെ ഇഷ്ടമല്ലാത്ത ഒരു യാത്രയാണ്. പിന്നെ നമുക്ക് ചില സന്ദർഭങ്ങളിൽ പെട്ടെന്ന് എത്തേണ്ട സന്ദർഭങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫ്ലൈറ്റ് തന്നെ പോകേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മൾ അങ്ങനത്തെ അവസരങ്ങളിൽ നമുക്ക് പോയല്ലേ പറ്റുള്ളൂ. എങ്കിലും എപ്പോഴും ട്രെയിൻ യാത്രയാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. ട്രെയിനിൽ നമ്മൾ സൈഡ് സീറ്റിലിരുന്ന് പുറത്തേക്ക് നോക്കി കാഴ്ചകളും കണ്ട് അങ്ങനെ ഇരിക്കുക. പിന്നെ നമുക്ക് ഉറങ്ങേണ്ട സമയമാകുമ്പം സീറ്റിലങ്ങനെ കിടന്നാൽ ട്രെയിനിന് ഒരു പ്രത്യേക താരാട്ട് പാടാനുണ്ട്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും പടപട കടകട എന്നൊക്കെ പറഞ്ഞ് ഒച്ചയുണ്ടാക്കി ഇങ്ങനെ പോകുമ്പോൾ വളരെ സുഖമാണ് നമുക്ക് കിടന്നുറങ്ങി അങ്ങനെ രസിച്ച് പോകാൻ. ആ ട്രെയിൻ യാത്ര എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു യാത്രയാണ്. അതുപോലെ ടൂ വീലർ കാറിൽ പോകാനും ഇഷ്ടമാണെങ്കിലും കാറിനേക്കാൾ കൂടുതൽ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു വാഹനം ടൂ വീലറാണ്. ടൂ വീലറിൽ ഇരുന്നിട്ട് ആരുടെയെങ്കിലും പുറകിൽ മോൻ്റെയോ മോളുടെയോ ഭർത്താവിൻ്റെയോ ഒക്കെ പുറകിലിരുന്ന് കഴിഞ്ഞാൽ ചുറ്റുവട്ടത്തെ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് കാറ്റടിച്ച് അങ്ങനെ പോകുമ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടൊരു ഇതാണ്. അപ്പോൾ ഇവരൊക്കെ പറയും ഇന്നത്തെ പൊല്യൂഷനൊക്കെ ഉള്ളതുകൊണ്ട് മുഖമൊക്കെ മൂടിക്കെട്ടണം, തലയിൽ പിന്നെ സ്കാർഫ് കെട്ടണം, മാസ്ക് ഇടണം എന്നൊക്കെ പറഞ്ഞെങ്കിലും എനിക്കതൊന്നും അങ്ങനെ കിട്ടു കഴിഞ്ഞാൽ നമ്മളുടെ യാത്രയുടെ സുഖം നഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ശരിയാണ് ഈ പറഞ്ഞ പൊല്യൂഷൻ ഉണ്ടാവും, നമുക്ക് ചിലപ്പോൾ കാറ്റടിച്ച് തൊണ്ടവേദന ജലദോഷമൊക്കെ വരാം. പക്ഷെങ്കിലും നമ്മളുടെ എൻ്റെ യാത്രയുടെ സുഖത്തിന് എനിക്ക് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ സുഖം നഷ്ടപ്പെടും എന്നുള്ളത് കൊണ്ട് ഞാൻ പണ്ട് മുതലേ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഉപയോഗിക്കാറേ ഇല്ല. വളരെ ഫ്രീ ആയിട്ട് ടൂ വീലറിൻ്റെ പുറകിലത്തെ സീറ്റിലിരുന്ന് കാഴ്ചകളൊക്കെ കണ്ട് രസിച്ച് അങ്ങനെ യാത്ര ചെയ്യാനാണ് എനിക്കിഷ്ടം. അതാണ് എൻ്റെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ്. ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിൻ്റെ മുമ്പിൽ കൂടി ആ വലിയൊരു വാഹനം ഒരു ചെറിയ മാരുതി 800 ഓടിച്ച എക്സ്പീരിയൻസ് ആണ് കേട്ടോ എനിക്കുള്ളത്. ഈ പറഞ്ഞ വലിയ സിമൻറ്റ് മിക്സർ പോലത്തെ ഒരു വണ്ടി, ഒരു ചെറിയ ചെറുപ്പക്കാരനായ ചെക്കൻ വണ്ടി വളരെ ഫാസ്റ്റായിട്ട് ചെറിയ ഇടുങ്ങിയ റോഡിൽ കൂടി റിവേഴ്സ് എടുക്കുകയും മുമ്പോട്ട് പോവുകയൊക്കെ ചെയ്തപ്പോൾ അവനെ ഞാൻ ഒരു ആരാധനയോടെ നോക്കി നിന്നു.